വിചാരണയും വിധിയും കഴിഞ്ഞുവെന്ന് കരുതി അട്ടത്ത് കെട്ടിവെക്കേണ്ടതല്ല നടിയെ ആക്രമിച്ച കേസ്. ജുഡീഷ്യറിയുടെ പരിമിതികളും കുറവുകളും അന്വേഷണത്തിന്റെ വീഴ്ചകളും പ്രോസിക്യൂഷന്റെ പരാജയവുമെല്ലാം ഈ കേസ് തുറന്നു കാണിക്കുന്നുണ്ട്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ കേസിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ആരാണ് കണ്ടത്? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? കോടതിക്കുള്ളിൽ വെച്ച് അസമയത്ത് പോലും ആ ദൃശ്യങ്ങൾ കണ്ടതിന്റെ താല്പര്യം എന്തായിരുന്നു? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ കളങ്കമായ സംഭവമാണിത്. ഇത് നടക്കുമെങ്കിൽ വിധികളെ പോലും ജനം സംശയിച്ചാൽ എങ്ങനെ തെറ്റു പറയും? പൾസർ സുനി എന്ന പ്രതിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു എന്നതാണ് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് സംഭവിച്ച ആദ്യ പോരായ്മ. ഗൂഢാലോചനയെക്കുറിച്ചോ അത്തരം സാധ്യതകളെക്കുറിച്ചോ പോലീസ് പരിശോധിച്ചില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസം ലഭിക്കുമായിരുന്നിട്ടും തിടുക്കപ്പെട്ട് 60-ാം നാൾ കുറ്റപത്രം സമർപ്പിച്ചത് എന്തിനായിരുന്നു? കേസ് വേഗം തീരണമെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കരുതെന്നും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ? ആദ്യ അന്വേഷണത്തിൽ ദിലീപ് സാക്ഷി പോലും ആകാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അദ്ദേഹത്തെ വെറുതെ വിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏതാണ്ട് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹം നിരപരാധിയാണെന്നോ നിർദോഷിയാണെന്നോ ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ നിഷ്കളങ്കനാണ്, മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ യോഗ്യനാണ്, അർഹനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചന തെളിയിക്കുക എളുപ്പമല്ല. സാക്ഷികൾ ഒന്നൊന്നായി കൂറുമാറിയാൽ പ്രത്യേകിച്ചും. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തിനാണ് തെളിവുകളുടെ പിൻബലം ഇല്ലാതെ പോയത്. 28 സാക്ഷികൾ കൂറുമാറിയപ്പോൾ വാദം ദുർബലമായി. നടൻ സിദ്ദിഖ്, കാവ്യ മാധവൻ, ബിന്ദു പണിക്കർ, നടി ഭാമ, ഇടവേള ബാബു എന്നിവരടക്കമുള്ളവരുടെ മൊഴിമാറ്റം ദിലീപിനെ സഹായിച്ചു. പോലീസിന് നൽകിയ മൊഴികളിൽ ഉറച്ചുനിന്നത് മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും മാത്രമാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി കോടതി വിശ്വാസത്തിൽ എടുത്തതുമില്ല. 262 സാക്ഷികൾ ഉണ്ടായിരുന്നതിൽ കൂറുമാറിയതാരാണ്? 28 പേർ. ആ 28 പേരിൽ ആരൊക്കെയാണെന്ന് കൂടി നോക്കൂ. ഒന്ന് മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, ഭാമ, ബിന്ദു പണിക്കർ, അങ്ങനെ തുടങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കൂറുമാറിക്കുന്ന ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ്? കാവ്യ മാധവൻ, കാവ്യ മാധവന്റെ അച്ഛൻ, കാവ്യ മാധവന്റെ അമ്മ, കാവ്യ മാധവന്റെ ബ്രദർ, പിന്നെ അതേപോലെ ദിലീപിന്റെ കൂടെയുള്ള 1-2 സുഹൃത്തുക്കളും. ഇവരാണ് ഈ 28 പേരെന്ന് പറഞ്ഞത്. പിന്നെ പുറത്തുനിന്നുള്ള ഒരേ ഒരാൾ ആ സാഗർ എന്ന് പറഞ്ഞ ആളാണ്. അതായത് ലക്ഷ്യ എന്ന കാവ്യ മാധവന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന സാഗർ. പണത്തിനും നുണയ്ക്കും മീതെ ഒന്നും പറക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ആർക്കും ആരെയും വേണമെങ്കിൽ കൂറുമാറ്റാം. ശക്തമായതും സ്ഥിരതയുള്ളതുമായ ഒരു പ്രോസിക്യൂഷൻ നടിയെ ആക്രമിച്ച കേസിൽ ഉണ്ടായിട്ടില്ല. കോടതിയുമായുള്ള തർക്കത്തെ തുടർന്ന് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. മൂന്നാമതെത്തിയ ആളാണ് കേസ് നടത്തിയത്. സർവ്വവിധ സന്നാഹങ്ങളുമായി അഭിഭാഷകരുടെ ഒരു പട തന്നെയായിരുന്നു പ്രതിഭാഗത്ത്. ദിലീപിനെ പറഞ്ഞുകൊണ്ട് പൾസറിനെ ശിക്ഷിക്കും എന്നുള്ള അറിയാം. അപ്പോൾ പൾസർ സൂര്യ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരായി അവർ ജയിലിൽ പോകുന്നു. അവരെ പ്രേരിപ്പിച്ച, അവരെ പ്രോത്സാഹിപ്പിച്ച, അവർക്ക് പണം കൊടുത്തു വിട്ട ദിലീപ് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് നമ്മുടെ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൻ്റെ ബലഹീനത ഉപയോഗിച്ച് പിന്നെ അഡ്വക്കേറ്റ് രാമപിള്ളയെ പോലെ പ്രബലനായ ഒരു അഭിഭാഷകൻ്റെ രംഗത്തിറക്കി അദ്ദേഹം രക്ഷപ്പെടുന്നു. അത്രേ കാര്യമുള്ളൂ. ഇത് പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ നിയമം എന്ന് പറഞ്ഞൊരു ചിലന്തി വലയാണ്. ചെറിയ പ്രാണികൾ അതിൽപ്പെട്ട് കുടുങ്ങി വരും. വലിയ പക്ഷികളും ജീവികളൊക്കെ അത് വല പൊട്ടിച്ച് പുറത്തു പോകും. ദിലീപ് വല പൊട്ടിച്ച് പുറത്തു പോവുകയാണ്. പൾസർ സൂര്യയൊക്കെ വെറും കീടമാണ്. അവൻ അതിൻ്റെ അത് കുടുങ്ങി അവൻ്റെ ആയുസ് ഹോമിക്കും. ഇരകൾക്കും അതിജീവിതമാർക്കും നീതി ലഭിക്കുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ പഴുതടച്ചതാകണം. ഇക്കാര്യത്തിൽ നമ്മൾ ഇനിയും എത്രയോ മുന്നോട്ട് പോകാനുണ്ടെന്ന് നടിയെ ആക്രമിച്ച കേസ് നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്.